ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ തിരൂർ ഫ്രൈഡേ മാർക്കറ്റ് പോയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് വെച്ചായിരുന്നു. അപ്പൊ ഇങ്ങനെ കൂട്ടി വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം വലിയൊരു വീഡിയോ ഉണ്ടാക്കാനുള്ള കണ്ടന്റ് തന്നെ അതിലുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒക്കെ കൂട്ടി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ബാഡാണോ ഗുഡാണോ, പിന്നെ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന്റെ ഇടയിലായിട്ടും അവസാനമായിട്ടും ഒക്കെ ഞാൻ അതിനെ കുറിച്ച് പറയാം. അപ്പൊ നേരെ വീഡിയോക്ക് വരാം. ഈ ട്രാക്ക് പാൻറ്റിനൊക്കെ എന്താ റേറ്റ് ഒക്കെ തരണേ? ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ തിരൂർ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട സൈഡിൽ തന്നെയാട്ടോ ഈ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ചെരുപ്പിന്റെ ഒരു ഷോപ്പാട്ടോ. അപ്പോൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോക്കാന്ന് വിചാരിച്ച് ആദ്യം പോയി ഡ്രസ്സിന്റെ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഈ ട്രാക്ക് പാൻറ്റിനൊക്കെ എന്താ 150. ഇതൊക്കെയാണ് ട്രാക്ക്. ഇതൊക്കെ 150. ഇതൊക്കെ 150 രൂപ. പല ഉണ്ട്, 300 350 പല റേറ്റിനുണ്ട്. ഏട്ടാ ബ്ലാക്ക് ഷർട്ടൊക്കെ ഉണ്ടോ? അതിന് ഫുൾ കൈ പ്ലെയിനാ? പ്ലെയിൻ ഉണ്ടോ? സഞ്ജുവിന് സൈസ് ചോദിക്കാം. സൈസ് 300 ഷർട്ടാണ്. പ്ലെയിൻ അല്ലേ? പ്ലെയിൻ ഇല്ല ചേട്ടാ? ഇല്ലല്ലേ? ഓക്കെ. ഡിസൈനല്ലേ? ആ അത് നോക്കിയിട്ട് വരാം. പിന്നെ ഗൈസ്, ഈ കാണുന്ന മൊബൈൽ കവറിനൊക്കെ വെറും 20 രൂപ മുതലാട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഫറോക്കിന്ന് തിരൂരിലേക്ക് ട്രെയിനിന്റെ ടിക്കറ്റ് ആയത് വെറും 30 രൂപ മാത്രമാണ് കേട്ടോ. പിന്നെ ഇതിൽ 100 രൂപ 120 രൂപ അങ്ങനെ പല വിലേൻ്റെ മൊബൈൽ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ പറഞ്ഞേ? 200 200 പറഞ്ഞേ? 200 പറഞ്ഞേ? അതെന്താ കുട്ടികൾ കളിക്കാൻ വേണ്ടിയോ? പിന്നെ ഇവിടുന്ന് മെയിനായിട്ട് വാങ്ങുമ്പോൾ മുതലാവുന്ന സാധനമാണ് ചെരുപ്പ്. ഷോപ്പിലൊക്കെ നല്ല വിലയിൽ വിൽക്കുന്ന സാധനം ഇവിടെ കുറച്ച് കിട്ടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ 200 രൂപയൊക്കെ നമുക്ക് നല്ല ചെരുപ്പ് തന്നെ കിട്ടും. പഴയ മോഡൽ. ഇതിനൊക്കെ എന്താ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൊബൈൽ കവർ 60. നോക്കണ്ടോ? എവിടെ? റേറ്റ് ഒക്കെ തരണേ? വാച്ചൊക്കെ എന്താ റേറ്റ്? ഇതെന്തല്ല? ബോറില്ലല്ലോ ഇല്ലേ? 250 അല്ലേ? ഇതെന്താ പാഴ്സാ? ഇതൊക്കെ അതേ റേറ്റ് തന്നെ? 250 തന്നെയാ? നോക്കണ്ടോ? ഒന്ന് പോയാലാ? ഇതെന്താ റേറ്റ്? 380. പിന്നെ ഗൈസ്, ബാർഗെയിനിങ് സ്കിൽസ് ഒക്കെ ഉള്ളവർക്ക് ഒന്നും കൂടി പിടിച്ചിരിക്കാൻ കഴിയും കേട്ടോ. എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ണടയ്ക്കോ? ഗ്ലാസ് ഏതാ?
എഴുതാനടി കുഴപ്പമില്ലല്ലോ. കറങ്ങുന്നത് കാലം കഴിഞ്ഞില്ലേ ചന്ദ്രൻ ഷോപ്പ് ഇവിടെ പാൻറ് ഒക്കെ റേറ്റ് തന്നെ. ജീൻസ് 350, ബാഗി 400, കോട്ടൺ 300, ലീന 350. നോക്കടാ ഇത് എത്ര വരുന്നേ? 400 ബാഗി. 2 പീസും കൂടി, 1 പീസ് തന്നെ ഉള്ളൂ കേട്ടോ. ഇതോ കഴിഞ്ഞു. ഇത് 350. ഇതൊക്കെ വാങ്ങാമല്ലോ. സൈസ് എത്ര? പിന്നെ ഗൈസ് ജീൻസും ബാഗും ഒക്കെ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നേരെ നോക്കിയാൽ ആ കാണുന്നതാണ് തിരൂര് ബസ് സ്റ്റാൻഡ്. തിരൂര് ബസ് സ്റ്റാൻഡിൻ്റെയോ റെയിൽവേ സ്റ്റേഷൻ്റെയോ ഇടയിലാണ് കേട്ടോ ഈ മാർക്കറ്റ് വരുന്നത്. എല്ലാത്തരം സാധനങ്ങളോട് കിട്ടും. അധികം ഡ്രസ്സിൻ്റെ ഷോപ്പുകളാട്ടോ. കണ്ടത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത്. അങ്ങോട്ടാ പറഞ്ഞേ കഴിഞ്ഞത്. ഹലോ പറയൂ. ഓ തിരൂരടാ. ബെൽറ്റ് ഇതാണോ? ഇടത്തൊക്കെ വില ഇതെന്താ വില? 360. 400 സ്റ്റാർട്ടിങ്ങാ? ഒക്കെ 400. ഇതോ 300 അല്ലേ? ആദർശം കൂട്ടാണ്ടി. പച്ചക്കളർ ഒരു വരം കൂടി വരേണ്ടി വരും. ഞാനോട് പറയണല്ലോ. പച്ചക്കളർ ഇതിനതേ റേറ്റാ? 300. കമന്റ് ചെയ്യുവേ. ആടാ എന്നോടൊരു പേഴ്സ് വാങ്ങാൻ പറഞ്ഞു. പേഴ്സിന് എന്താ റേറ്റ്? പേഴ്സിന് സ്റ്റാർട്ടിങ് അതാ. ഹലോ നിനക്ക് നീ ഷർട്ടല്ലേ ബ്ലാക്ക്? എടാ പ്ലെയിൻ ബ്ലാക്ക് ഉണ്ടോ? ആ നോക്കട്ടെ. ഏന്നെ ഓ ഇത് കുഴപ്പമില്ലടാ. ഈ ഡിസൈൻ കുഴപ്പമില്ലല്ലോ. ഇതിനെത്ര റേറ്റ് വരണേ? 300 പക്ഷേ ഉള്ളിൽ വേഞ്ഞാൽ വേണ്ടി കേട്ടോ. അല്ലെങ്കിൽ അവിടെ പോയേക്കണോ? അവിടെ പോയേക്കണോ? ഷർട്ടൊക്കെ കേട്ടോ. നല്ല അടിപൊളി ഷർട്ടുണ്ട്. ഇത് നോക്കിയാ അത് വാങ്ങണോ? ബ്ലാക്ക് ഉണ്ട്. പക്ഷേ പ്യൂർ ബ്ലാക്ക് ഇല്ല. കാല് കൊണ്ടുവച്ച് ഫുൾ ബ്ലാക്ക് ഇല്ല. ഇത് ഫുൾ ബ്ലാക്കാ ചങ്ങായി. അല്ല പ്യൂർ പ്യൂർ ബ്ലാക്ക്. ഇങ്ങനത്തെ ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ ഇല്ലല്ലോ. നോക്കണോ? അല്ലെങ്കിൽ നമുക്ക് നാളെ പോയിട്ട് എങ്ങനെ വരാം. 300 ഷർട്ട് 300 അവിടെ 300 അല്ലേ? പാൻറ് ബ്ലാക്ക് ഷർട്ട് അതാ നന്ദുവിന് പറ്റിയ സാധനം. ഇതെന്താ റേറ്റ്? 300 നോക്കിയാ. അവിടെ 350 പറഞ്ഞേ.
ഇപ്പം എത്ര വേണ്ടി വരും? ഉണ്ടോ മീഡിയം ഉണ്ടോ? അല്ല പ്ലെയിൻ വേണോ? ബ്ലാക്ക് ഇല്ല. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത്? 300. ബ്ലാക്കിൽ 2 ബ്ലാക്ക് കിട്ടണം. അക്കുമാണോ? 3 ബ്ലാക്ക് ആണോ? യോ ബ്രദർ, ശ്രീക്ക് നോക്കണ ചോദിക്കും. ചെറിയ ലാഭത്ത് അവിടെ പോയി പാട്ട് കുഴപ്പമില്ലല്ലോ. എന്താ വില? 450. അത് ബോട്ടൊക്കെ കുറച്ചില്ല. മാർഷലിന് 900. ഈ ഐറ്റംസ് ഒന്നും അല്ലാണ്ട് ഉണ്ടാവില്ല. നിങ്ങൾ എവിടെ പോയി കറങ്ങിട്ട് ഇന്റെ അടുത്ത് വരും? എനിക്കറിയാതെ എത്ര അവിടെ കച്ചവടക്കാരുടെ ഇതേമാതിരി കുറച്ചു തരാൻ ആരും ഉണ്ടാവില്ല. അത് നോക്കിയാൽ മതി. കച്ചവടക്കാർ ഈ അറ്റം പോലെ അറ്റം വരെ ഉണ്ടാവും, കട വരെ ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ കുറച്ചു തരാൻ കഴിയും. ഇതല്ലേ 400 പിടിക്കാൻ പറ്റാ, തുറക്കാൻ പറ്റും. ഇത് നേരത്തെ അവിടെ തന്നെ 200 മറ്റോടത്തുണ്ട്. ഇത് ചെറുത് അവിടെ ഇവിടെ എത്രയാ? നോട്ടെ എത്ര പറഞ്ഞ? 400. ഓ ഇത് മറ്റേ കട. ഇവിടെ പിടിച്ച് കഴിക്കരുത്, ഇതിൻ്റെ ഉള്ളിലാണ്. ഇവിടെ പിടിച്ച് കഴിക്കരുത്. 200 പിന്നെ 400 പേജ് ബില്ല് എടുക്കേണ്ടി വരും. ഈ ടൈപ്പിനൊക്കെ എന്താ വില? 120 രൂപ. ഇതൊക്കെ 300 രൂപ. എടുത്താലോ 4? ഞാൻ ഒരാൾക്കും വാങ്ങണോ? സഞ്ജനോട് ചോദിക്കാം നമ്മുടെ സൈസ് ഏതാണ്? ഇന്റെ സൈസില്ലേ? ഇന്റെ സൈസിൽ പറഞ്ഞേ. മീഡിയം പറഞ്ഞോ? ഒരു മീഡിയം കൂടെ ഉണ്ടോ? ഇതൊക്കെ 300 ഉണ്ടോ? അതാണ് പ്ലേ മതി. മുന്നൂറ്. പിന്നെ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ ഫോണിനെ കുറിച്ചിട്ട് എന്താ പറയാത്തത്, ഫോൺ എന്താ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിൻ്റെ പോലും നല്ല ഫോൺ, ചെറിയ സാധനമില്ല. അപ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയാതെ നിങ്ങളോട് പറയാൻ പറ്റില്ല. നല്ലതും ആവാ ചീത്ത ഫോണൊക്കെ നേരിട്ട് പോയി കണ്ടെടുക്കുന്നതായിരിക്കും നന്നാവും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ചാമ്പൂല. പിന്നെ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഉണ്ട് എന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ പാൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പാൻറ്റ് നമുക്ക് ഈ സാധാ നമ്മളെ ഷോപ്പ് പോയാലും എത്ര 150 റുപ്യക്ക് നമുക്ക് സാധനം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ വാങ്ങിയിട്ടില്ല. 150 റുപ്യക്ക് തന്നെ കിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നേരെ പോകും. മൊബൈൽ കവറൊക്കെ നമുക്ക് ലാഭമുണ്ട്. ഓക്കെ, മൊബൈൽ കവറൊക്കെ ലാഭമില്ല എന്ന് പറയില്ല, മൊബൈൽ കവറൊക്കെ ലാഭമുണ്ട്. പിന്നെ ബൂട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ആ 400 രൂപേൻ്റെ ക്വാളിറ്റി തന്നെ അതിനുള്ളൂ, വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. ഓക്കെ, പിന്നെന്താ, പിന്നെ ഡ്രസ്സ് നമുക്ക് അത്യാവശ്യം വിലക്കുറവിൽ തന്നെ കിട്ടുന്നുണ്ട്, അതൊക്കെ പറയാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. പിന്നെ വാച്ച് വാങ്ങിയായിരുന്നു. വാച്ചൊക്കെ ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.